ഇന്ത്യ രാജ്യത്ത് പണപ്പെരുപ്പം തടയാൻ കഴിയാതെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് രാജ്യത്തെ കടത്തിവിടുന്ന രീതിയാണ് ഇപ്പോൾ ധനകാര്യ മന്ത്രാലയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 500 രൂപയുടെ കൂടി ഡിനോമിനേഷൻ എടുത്തു കളഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് സർക്കുലേറ്റ് ചെയ്യുന്ന നോട്ടുകളുടെ എണ്ണം പകുതിയിലാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ആലോചനകൾ നടക്കുകയാണ്. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ആ തീരുമാനം ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് പുറത്തുവരുന്നത്. അതായത് ഇനി മുതൽ 100 രൂപയും 50 രൂപയും 20 രൂപയും 10 രൂപയും മാത്രം സർക്കുലേറ്റ് ചെയ്താൽ മതി. 500 രൂപയുടെ ഡിനോമിനേഷൻ വേണ്ട. വലിയ സംഖ്യകളുടെ ഡിനോമിനേഷൻ എല്ലാം ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രാൻസ്ഫർ എന്ന രീതിയിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യാനാണ് നരേന്ദ്രമോദിയുടെ പ്ലാൻ. അതിന്റെ ചില സൂചനകൾ പുറത്തുവരികയാണ്. നമുക്കറിയാം 2000 രൂപ നോട്ട് നിരോധിച്ചിരുന്നു. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നോട്ട് നിരോധനം എന്നത് ഒരു പ്രഹസനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. രാജ്യത്തെ കള്ളപ്പണം തടയാൻ വേണ്ടിയാണ് ഇത് എന്നൊരു തട്ടിവിടൽ കൂടിയുണ്ട്. അതായത് വെറും പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണ്. കള്ളപ്പണം പിടിച്ചെടുത്ത് ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്യുമെന്നും കേന്ദ്ര സർക്കാർ അതിന് പ്രതിജ്ഞാബദ്ധരാണെന്നൊക്കെ പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സാധാരണക്കാരന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. 500 രൂപ കൂടി നിരോധിക്കുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോൾ കൃഷിപ്പണിക്കാർക്കും കൂലിപ്പണിക്കാർക്കുമൊക്കെ അന്നുള്ള ദിവസവേതനം സൂക്ഷിക്കാനോ അത് കൃത്യമായി ഉപയോഗിക്കാനോ കഴിയാത്ത രീതിയിലേക്ക് മാറും. 200-ന്റെയും 100-ന്റെയും 50-ന്റെയും ഒക്കെ മാത്രം നോട്ടുകൾ സർക്കുലേറ്റ് ചെയ്താൽ മതിയെന്ന രീതിയിലേക്കാണ് വരുന്നത്. 200 രൂപ പോലും റദ്ദാക്കാനുള്ള താൽപ്പര്യം കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പ്രകടിപ്പിച്ചുവെന്ന വിവരക്കണക്ക് കൂടി പുറത്തുവരികയാണ്. നേരത്തെ തന്നെ നിർമ്മല സീതാരാമന്റെ പല നയങ്ങളെയും എതിർത്തുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര നിരവധിയായ വിമർശനങ്ങൾ തൊടുത്തുവിട്ടത്. മാത്രമല്ല നിതിൻ ഗഡ്കരിയും നിലവിൽ കേന്ദ്രത്തിലെ പല വകുപ്പ് മന്ത്രിമാരും ആഭ്യന്തര മന്ത്രാലയത്തെ കുറ്റപ്പെടുത്തുകയാണ്. അവരുടെ ബജറ്റുകളെല്ലാം തന്നെ ഏകപക്ഷീയമായി ഏതാനും ചില സംസ്ഥാനത്തേക്ക് ഒതുങ്ങി നിൽക്കുന്നു എന്ന് മാത്രമല്ല BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും കൃത്യമായി ആനുപാതികമായി അവർക്കുള്ള വിഹിതം കൊടുത്തിട്ടില്ല. നിർമ്മലയെ പോലെ ഒരു മന്ത്രി ക്യാബിനറ്റിലിരുന്നു കൊണ്ട് അവർ നടത്തുന്ന പരിഷ്കരണം നരേന്ദ്രമോദി വെള്ളം തൊടാതെ വിഴുങ്ങുകയാണ്. ഇത് ശരിയായ പോക്കല്ല എന്ന് വളരെ വ്യക്തമായി തന്നെയാണ് ഗഡ്കരിയും പറഞ്ഞു വയ്ക്കുന്നത്. ടീച്ചറെ, ഓണത്തിന് സമ്മാനമായിട്ടൊരു വാഷിംഗ് മെഷീൻ കിട്ടിയല്ലോ. വലിയ ലക്ക. കേരളത്തിൽ ഇപ്പോ വെറും ലക്കല്ല, നന്ദിലത് ജിമാർട്ട് വക്കാലക്ക. നന്ദിലത് ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 5 ഹ്യുണ്ടായി എസ്റ്റർ കാറുകളും ഒപ്പം 100 വീതം LED ടിവികൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറയെ സമ്മാനങ്ങളും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും. നന്ദിലത് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.